ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഓർക്കിഡ് വളർത്തുന്നവരെല്ലാവരും തന്നെ ഒരു തവണയെങ്കിലും ഇനി എന്ത് ചെയ്യും, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പൂക്കൾ വല്ലതും ഉണ്ടായി കിട്ടുമോ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ടുള്ള ഒരവസ്ഥ. ബഡ്ഡുകൾ പഴുത്ത് കൊഴിഞ്ഞു പോകുന്ന, നമ്മൾ കുഞ്ഞ് തൊട്ടിട്ടേ ബഡ് ഇങ്ങനെ വരുന്നത് നോക്കിയിരുന്ന് ആദ്യത്തെ ബഡ് വന്ന് അവരൊക്കെ അത്യാവശ്യം ഒരു വളർച്ച എത്തിയതിന് ശേഷം വിരിയാറാവുന്ന സമയത്ത് ബഡ്ഡുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു വിഷമം അത് പരിഹരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നുള്ളതും എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതിനെ കുറിച്ചുള്ളതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതേപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ ആരും മറക്കരുത് കേട്ടോ. പിന്നെ പ്ലാന്റ് സ്റ്റോറീസിൽ നിന്ന് പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ, സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നമ്മുടെ അടുത്ത് ഓർക്കിഡ്സും അതുപോലെ തന്നെ വാട്ടർ ലില്ലി, ലോട്ടസ് അതുപോലെ മറ്റുള്ള പ്ലാന്റ്സൊക്കെ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കാറ്റലോഗ് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്നത് എൻ്റെ പെൻസൂഡ എന്ന് പറഞ്ഞ വളരെ ഇഷ്ടപ്പെട്ട, വളരെ ഫ്രാഗ്രൻ്റ് ആയ നല്ല മണമുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. അതിൻ്റെ ഒരു കൊല പൂക്കളാണ്. അതിൽ നിന്ന് ഇതേപോലെ പൂവിൻ്റെ ബഡ്ഡുകൾ പഴുത്ത് ഇങ്ങനെ പതുക്കെ കൊഴിഞ്ഞു പോവാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഭംഗിയായി നമ്മുടെ പല വീഡിയോസിലും പെൻസൂഡയുടെ 2ഉം 3ഉം പൂങ്കൊലകൾ നമ്മുടെ വീഡിയോയിലൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്. നല്ല 2 സ്പൈക്ക് ഒരുമിച്ച് വന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ ബഡ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്, എന്നാൽ കുറേയേറെ ബഡ്ഡുകൾ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ കൊഴിഞ്ഞു പോവാണ് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഒരു പൂങ്കൊല കംപ്ലീറ്റ് ആയിട്ട് വിരിഞ്ഞു കഴിയേണ്ട സമയമായി കണ്ടോ. ഇത് 2 ഒരുമിച്ച് വന്ന സ്പൈക്കാണ്. പക്ഷേ ഇത്രയും ബഡ്ഡുകൾ അതിൻ്റെ ഇടയിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ട് ഏറ്റവും തുമ്പത്ത് പോയിട്ട് ഒരു 3-4 പൂക്കളാണ് കേട്ടോ ആകെ വിരിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു സ്റ്റാൻഡിലിരിക്കുന്ന ഒട്ടുമിക്ക പ്ലാന്റുകളുടെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ പൂവ് മഞ്ഞ കളറായി കൊഴിഞ്ഞു പോകുന്നതിന് ഒരു 5 മെയിനായിട്ടുള്ള റീസൺസ് ആണ് കേട്ടോ പറയുന്നത്. ആദ്യത്തെ കാര്യം പറയുന്നത് സഡൻ ചേഞ്ചസ് ഇൻ എൻവിയോൺമെൻ്റ് ആണ്. അതായത് നമ്മുടെ പരിസ്ഥിതിയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ. അതാണ് എൻ്റെ ഒരു പ്ലാന്റിനെ മെയിനായിട്ട് ബാധിച്ചിട്ടുള്ള ഒരു കാര്യം കേട്ടോ. കാരണം ഈ ഒരു ഭാഗത്തിരിക്കുന്ന പ്ലാന്റുകൾക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള വെളിച്ചം, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നല്ല ചൂടായിരുന്നു. നമുക്ക് ആ ഒരു ചൂടും നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു പ്ലാന്റാണ്. പെട്ടെന്നാണ് നമ്മുടെ ക്ലൈമറ്റ് മാറിയും, പെട്ടെന്നല്ല, നമുക്ക് ജൂണിൽ നല്ല മഴ വരുന്നതാണ്, മഴ വരും, ഒന്നും മൊത്തത്തിലൊരു തണുപ്പ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് നമ്മുടെ ക്ലൈമറ്റ് മാറുന്നത്. അതോട് കൂടിയിട്ട് നമ്മുടെ പ്ലാന്റിന് എന്താ പറയുക, അത് ഉൾക്കൊള്ളാനുള്ള ഒരു സമയം, ആ ഒരു ഊർജ്ജം പ്ലാന്റ് സ്വീകരിക്കുന്നത് അവരുടെ ബഡ്ഡുകൾ കൊഴിച്ചുകൊണ്ടാണ് അവരവരെ ഊർജ്ജം സംഭരിക്കാനുള്ള ശ്രമം നടത്തുന്നത് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ഈ ഒരു പ്ലാന്റിൽ ഇത്രയും ബഡ്ഡുകൾ കൊഴിയാനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കാലാവസ്ഥയിൽ ചൂടിൽ നിന്നും തണുപ്പിലേക്കും തണുപ്പിൽ നിന്നും ചൂടിലോട്ടും മാറുമ്പോൾ പ്ലാന്റ് ആ ഒരു കാലാവസ്ഥയെ ആക്സെപ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിലുണ്ടാവുന്ന ബഡ് കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് എന്താ പറയുക, കൺട്രോൾ ചെയ്യാൻ ലിമിറ്റേഷൻ ഉള്ള ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന പ്ലാന്റിൽ ബഡ് ഉണ്ടായിരിക്കും. അത് നമ്മുടെ വീട്ടിലെത്തി കുറച്ച് ദിവസം കഴിയുമ്പോൾ ബഡൊക്കെ കൊഴിഞ്ഞു പോയി വിരിയാത്തൊരവസ്ഥ. അതും ഈ പറഞ്ഞ പോലെ ഒരു ക്ലൈമറ്റിൻ്റെ ചേഞ്ചിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ്. അവിടെ ഒരു ഗ്രീൻ നെറ്റിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസിലോ വെച്ച് വളർത്തുന്ന ഒരു പ്ലാന്റ് ഹ്യൂമിഡിറ്റി അതുപോലെയുള്ള സംഭവങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ വീട്ടിലോട്ട് എത്തി അവിടുത്തെ കാലാവസ്ഥയുമായി അവരൊന്ന് അഡ്ജസ്റ്റ് ആവാനുള്ള ഒരു സമയം, പ്ലാന്റിന് ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സ് പ്ലാന്റ് റിലീഫ് ചെയ്യുന്നത് ആ ബഡ്ഡുകൾ കൊഴിച്ചുകൊണ്ടാണ്. അപ്പോൾ അടുത്ത ബഡ്ഡുകളൊക്കെ നമുക്ക് നല്ല ഉഷാറായിട്ട് തന്നെ പ്ലാന്റ് ആ ഒരു ക്ലൈമറ്റായിട്ട് യോജിച്ച് ഉഷാറായിട്ട് പെട്ടെന്ന് തന്നെ. അടുത്ത ഒരു റീസൺ പറയുന്നത് നമ്മുടെ പ്ലാന്റിന് ഉണ്ടാകുന്ന സ്ട്രെസ്സാണ്. നമ്മൾ ഓവർ വാട്ടർ ചെയ്യുക, പ്ലാന്റിന് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ വെള്ളം കൊടുക്കുക, അതേപോലെ തന്നെ നന കുറയുക. നമ്മൾ തീരെ റെഗുലറായിട്ട് നനച്ചുകൊണ്ടിരുന്ന പ്ലാന്റ് നമ്മൾ കുറച്ച് ഒരാഴ്ചയിലധികം നനയ്ക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പ്ലാന്റിന് സ്വാഭാവികമായിട്ടൊരു സ്ട്രെസ് ഉണ്ടാവും. അന്നേരം ഇപ്പോൾ വെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ്, പ്ലാന്റിന് വെള്ളം കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ ആ പ്ലാന്റിന് സർവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരാദ്യം വെള്ളം സ്വീകരിക്കുന്നത് പൂക്കളിൽ നിന്നോ അല്ലെങ്കിൽ വിരിയാത്ത ബഡ്ഡുകളിൽ നിന്നാണ് ആദ്യം അവർ ജലാംശം പ്ലാന്റിന് സർവൈവ് ചെയ്ത് പോകാൻ വേണ്ടി അവർ സ്വീകരിക്കുന്നത്. അന്നേരം നമ്മുടെ പ്ലാന്റ് ഇത്. അടുത്തത് മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് പെസ്റ്റ് അറ്റാക്ക്. നമ്മുടെ ബഡ്ഡുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന സമയത്ത് അവർ നമ്മളെടുത്ത് ആ കൊഴിഞ്ഞു പോയ ബഡ്ഡുകളെടുത്തൊന്ന് പരിശോധിച്ച് നോക്കുക. ചിലപ്പോൾ നമുക്ക് കാണാൻ പോലും വളരെ ബുദ്ധിമുട്ടായ കുഞ്ഞു
പുഴുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികളോ ബഡിന് എന്തെങ്കിലും ഹോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ചെറിയ ഹോളൊക്കെ ഉണ്ടാക്കി ആരെങ്കിലും അതിൻ്റെ ഉള്ളിൽ കടന്നുകൂടി അതിൻ്റെ ജലാംശം വലിച്ച് കുടിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ബഡ് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. അപ്പോൾ അതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഇൻസെക്ടിസൈഡുകൾ നമ്മുടെ പ്ലാന്റിന് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഓർക്കിഡിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 2 ഇൻസെക്ടിസൈഡുകൾ, ഒന്ന് കോൺഫിഡോർ അതുപോലെ തന്നെ മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഇൻസെക്ടിസൈഡുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാരകമായ വിഷങ്ങൾ തന്നെയാണ് ഈ 2 ഇൻസെക്ടിസൈഡും. അതുകൊണ്ട് തന്നെ വളരെ നേർപ്പിച്ച് വേണം നമ്മുടെ പ്ലാന്റിന് കൊടുക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് ബഡുകൾക്ക് കൊടുക്കുന്ന നേരത്ത് കുഞ്ഞു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ പ്രത്യേകം ഈ സാധനങ്ങൾ അവരുടെ കയ്യെത്തുന്ന ദൂരത്തുനിന്ന് മാറ്റി വയ്ക്കാൻ ശ്രമിക്കണം. അതുപോലെ യൂസ് ചെയ്യുന്ന സമയത്ത് മാസ്കും ഗ്ലൗസൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉപയോഗശേഷം കൈയൊക്കെ നല്ല രീതിയിൽ സോപ്പ് ഇട്ടിട്ട് കഴുകുക. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മൾ കോൺഫിഡോറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിപ്പോൾ ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അതിൽ ഞാനൊരു 1/4 ഭാഗത്തിലധികം വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരൊറ്റ ഡ്രോപ്പാണ് നമ്മൾ കോൺഫിഡോർ യൂസ് ചെയ്യുന്നത്. കാരണം വളരെ ഡോസ് കൂടിയ ഒരു മരുന്നാണ്. നെല്ല് അതുപോലെ തെങ്ങ് അങ്ങനത്തെ വലിയ വിളകൾക്കൊക്കെ ഉപയോഗിക്കുന്ന മരുന്നായതുകൊണ്ട് തന്നെ നമ്മളൊരൊറ്റ ഡ്രോപ്പാണ് നമ്മുടെ ഓർക്കിഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡ്രോപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ബോട്ടിൽ നന്നായി ഷെയ്ക്ക് ചെയ്ത് അത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ അലിഞ്ഞ് ചേരുന്ന ഒരു മരുന്നാണ് കേട്ടോ. 450 രൂപയാണ് റേറ്റ് വരുന്നത്. മാജിക് ആകുമ്പോൾ നമുക്ക് 30 രൂപയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് പ്രശ്നക്കാരല്ലാത്ത ഇൻസെക്റ്റുകളാണെങ്കിൽ നമുക്ക് മാജിക് ആയാലും യൂസ് ചെയ്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ആദ്യമായിട്ട് പുറത്തോട്ട് വരുന്ന കുഞ്ഞു ബഡുകൾ മുതൽ വലിയ ബഡിൽ വരെ നമുക്ക് ഈ ഒരു ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്യാവുന്നതാണ്. വൈകുന്നേരം ഒരു 4:30-ക്ക് ശേഷം നമ്മൾ ഈ ഒരു ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു 3 ദിവസം ഇടവിട്ട് ഈ ഒരു ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻസെക്ടിസൈഡ് കൊണ്ട് ഉണ്ടാകുന്ന കാരണങ്ങളാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ്ലി മുക്തി നേടാൻ സാധിക്കും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഡിസീസസ് ആണ്. അതായത് നമ്മുടെ ഓർക്കിഡിന് എന്തെങ്കിലും അസുഖങ്ങൾ, വൈറസോ ഫംഗൽ ഇൻഫെക്ഷൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മുടെ ബഡുകൾ പഴുത്ത് കൊഴിഞ്ഞു പോകാറുണ്ട്, ബഡുകൾ വിരിയാതെ നശിച്ചു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ പ്ലാന്റുകൾക്ക് ഫംഗിസൈഡ് എന്തെങ്കിലും യൂസ് ചെയ്യാന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത്. സാഫോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗിസൈഡ് നമ്മുടെ പ്ലാന്റിന് മാസത്തിൽ ഒരിക്കലോ 15 ദിവസം കൂടുമ്പോഴെങ്കിലോ കൊടുക്കുന്നത് മറ്റുള്ള അസുഖങ്ങളിൽ നിന്നെല്ലാം ആൾ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അടുത്തതായിട്ട് പറയുന്നത് ബാഡ് ജനറ്റിക്സ് ആണ്. അതായത് നമ്മുടെ പ്ലാന്റ് മോശം ജനിതക ഘടനയിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു പ്ലാന്റിൽ ഈ പറഞ്ഞ പോലെ ബഡുകൾ വിരിഞ്ഞു കിട്ടാനും അതുപോലെ തന്നെ ഈ കൊഴിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓർക്കിഡിലെ ബഡ് ബ്ലാസ്റ്റ് തടയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള 5 കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ് നല്ല ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ തുറസായ സ്ഥലത്ത് വെക്കുക. അതുപോലുള്ള കാര്യങ്ങൾ, എയർ സർക്കുലേഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ പ്ലാന്റിന് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയ രീതിയിലുള്ള സ്ട്രെസ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു, യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും